ഇന്നത്തെ വീഡിയോ പൈത്തൺ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പൈത്തൺ ഐഡിയലി തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ പൈത്തൺ ഐഡിയലി എടുക്കുന്നതെന്ന്. സെർച്ച് ബാറിൽ പോയി പൈത്തൺ ഐഡിയലി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ മാത്സിൽ കാണുന്ന പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സിമ്പിൾസിലെ അതാണ് ഈ പൈത്തണിലെ ഓപ്പറേറ്റേഴ്സ്. ആദ്യമായിട്ട് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിക്കാം. ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചാണ്, വളരെ സിമ്പിളാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേരിയബിൾസ് എടുക്കുവാണ്. എക്സ് ഇസ് ഈക്വൽ ടു 3, വൈ ഇസ് ഈക്വൽ ടു 6. ഇതിൽ നമുക്ക് കുറച്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാം. എക്സ് വേരിയബിളിൽ 3യും വൈ വേരിയബിളിൽ 6ഉമാണ് വാല്യൂസ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ പോവാണ് ഈ എക്സ് ആൻഡ് വൈ വേരിയബിൾസ് വെച്ചിട്ട്. ശരിക്കും ഇതിനുള്ളിലെ വാല്യൂസായ 6ഉം 3യുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എക്സ് പ്ലസ് വൈ 9 കിട്ടി, എക്സ് മൈനസ് വൈ -3 കിട്ടി, എക്സ് മൾട്ടിപ്ലൈഡ് ബൈ വൈ 18 കിട്ടി, എക്സ് ഡിവൈഡഡ് ബൈ വൈ 0.5 കിട്ടി. രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ കിട്ടാനും ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. എക്സ് മോഡുലസ് ഓഫ് വൈ നോക്കണം, 3 കിട്ടി. പിന്നെ പവർ ഓപ്പറേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ 2 ക്യൂബ് കാണണമെങ്കിൽ 2 സ്റ്റാർ 3 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 8 കിട്ടി. 2 റേസ് ടു ദ പവർ ഓഫ് 4 കാണണമെങ്കിലോ 2 സ്റ്റാർ 4 എന്ന് കൊടുത്താൽ മതി. ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇനി അടുത്തതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ ഇതൊരു അസൈൻമെൻ്റ് ആണ്. ഈ ഈക്വൽസ് എന്ന് പറയുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും? എക്സിലിപ്പം 5 ആണ് ഇരിക്കുന്നത്. ആ 5ൻ്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 10 ആണ് റിസൾട്ട് കിട്ടേണ്ടത്. നമുക്ക് നോക്കാം. എക്സ് എന്ന് കൊടുക്കുവാണ് 10. ഐഡിയലി ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നത്. പൈച്ചാം ആണെങ്കിൽ നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ അകത്ത് എക്സ് കൊടുക്കണം, എന്നാലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐഡിയലി ആദ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് കൊടുത്താൽ 10 കിട്ടും. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറയുന്നതിനെ നമുക്ക് എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ മതി. അതായത് എക്സിൽ ഇപ്പോൾ ഒരു വാല്യൂ കാണും, ആ വാല്യൂവിനെ 5 കൊണ്ട് ആഡ് ചെയ്യണം. അതാണ് ഇതിൻ്റെ അർത്ഥം. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ടാണ് ഇത്. എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു 5. എക്സിലുള്ള വാല്യൂവിനെ 5 കൊണ്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ആ എക്സ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. നമുക്കിതൊന്ന് നോക്കാം. ഇനി എക്സ് എന്ന് കൊടുക്കുവാണ് 15. കാരണം എന്താ? നമുക്ക് ലാസ്റ്റ് കിട്ടിയ റിസൾട്ട് 10 ആണ്. ആ 10ൻ്റെ കൂടെ നമ്മളിപ്പോൾ 5ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. ഇനി ഒന്നുകൂടെ നോക്കാം നമുക്ക്. എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു 2 ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട്? 17 ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. എക്സ് കണ്ടോ, 17. ഇതിപ്പോൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. ഇതുപോലെ നമുക്കിനി ഡിക്രിമെൻ്റ് ഓപ്പറേഷനും ചെയ്യാം. എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ 17 ആണ് ലാസ്റ്റ് നമുക്ക് എക്സിൻ്റെ വാല്യൂ. 17 മൈനസ് 3 ആയിരിക്കും കിട്ടുന്നത്. നോക്കാം, 14 ആയിരിക്കും. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം. എക്സ് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ അതായത് 14 ഇൻറ്റു 3 ആയിരിക്കും വരുന്നത്. അപ്പോൾ 42 ആയിരിക്കും. ഞാൻ എക്സ് കൊടുക്കുവാണ് 42. ഇനി ഇതുപോലെ തന്നെ എക്സ് ഡിവൈഡഡ് ബൈ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിലുള്ള വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എക്സിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ 21 ആയിരിക്കും ആൻസർ. കണ്ടോ, 21. അതായത് 42/2. ഇനി നമുക്ക് രണ്ട് വേരിയബിൾസിനെ ഒരു ലൈനിൽ അസൈൻ ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം. എ കോമ ബി ഇസ് ഈക്വൽ ടു 2, 5. നോക്കാം. എയുടെ വാല്യൂ ഒന്ന് നോക്കാം. 2 ആണ്. ബിയുടെ വാല്യൂ നോക്കാം. അപ്പം നമുക്ക് രണ്ട് വേരിയബിൾസിനെ ഒരു ലൈനിൽ അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 4, വൈ ഇസ് ഈക്വൽ ടു 5. ഈ എക്സ് ഇസ് ഈക്വൽ ടു 4, വൈ ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഒരു ഈക്വൽസ് മാത്രമുള്ളത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇപ്പം ഞാൻ എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്താൽ ഇതിൻ്റെ പേരാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. കമ്പാരിസൺ ഓപ്പറേറ്റർ രണ്ട് വേരിയബിൾസിലെ വാല്യൂസ് കമ്പയർ ചെയ്യും. ഈക്വൽ ആണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്യും. എക്സ് വേരിയബിളിലെയും വൈ വേരിയബിളിലെയും വാല്യൂസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർ രണ്ട് ഈക്വൽസ് ആണ്. ഞാൻ എൻ്റർ ചെയ്യുവാണ്. കണ്ടോ, ഫോൾസ് എന്നാണ്.
ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു ബൂളിയൻ വാല്യൂ ആണ്. ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നമ്മളത് ബൂളിയൻ ഡേറ്റ ടൈപ്പ് പഠിക്കുമ്പം വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇവിടെ നോക്കുമ്പം എക്സിലെയും വൈയിലെയും വാല്യൂസ് ഡിഫറെൻറ്റാണ്, അതുകൊണ്ടാണ് ഫോൾസ് റിട്ടേൺ ചെയ്തത്. ഇനി ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 5 കൊടുക്കുക, രണ്ടും സെയിം ആക്കാൻ വേണ്ടി. ഇനി ഞാൻ എന്നിട്ട് കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇപ്പം നമുക്ക് നോക്കാം, കണ്ടോ ട്രൂ ആയി. അപ്പം ഇതാണ് രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യുന്ന ഓപ്പറേറ്റർ. അടുത്തത് നോട്ട് ഈക്വൽ ടുവിൻ്റെ ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എക്സ്, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ ഈക്വൽ സിമ്പിൾ വൈ. ഇതാണ് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ, എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വലും. ഇനി ഞാൻ എൻ്റർ ചെയ്യുവാണ് ഫോൾസ്, കാരണം ഇപ്പം ഈക്വൽ ആണ്, നമ്മൾ രണ്ടും ഈക്വൽ ആക്കി വെച്ചേക്കും. എക്സും 5 ആക്കി, വൈയും 5 ആക്കി, അപ്പോൾ ഈക്വലാണ്. അപ്പം നോട്ട് ഈക്വൽ അല്ലെന്നാണ് പറയുന്നത്, ഫോൾസ് റിട്ടേൺ ചെയ്തു. നമുക്ക് അൺഈക്വൽ ആക്കാം. ഇപ്പം ഞാൻ എക്സിൻ്റെ വാല്യൂ വേറൊരു വാല്യൂ ആക്കുക, 6 ആക്കി. ഇപ്പം എക്സ് 6ഉം വൈ 5ഉം ആണ്. ഇനി ആ ഓപ്പറേറ്റർ നമുക്കൊന്ന് യൂസ് ചെയ്യാം, എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഇപ്പം കണ്ടോ ട്രൂ, കാരണം എക്സും വൈയും ഇപ്പം ഈക്വൽ അല്ല. ഇനി ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ഉണ്ട്, അത് നമ്മുടെ മാത്സിലെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ തന്നെ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ നോക്കാം. എക്സ് ഇപ്പം 6 ആണ്, വൈ ഇപ്പം 5 ആണ്. ട്രൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത് ആണല്ലോ. ഇനി എക്സ് ലെസ് ദാൻ വൈ നോക്കാം, അതും മാത്സിലെ ഓപ്പറേറ്റർ തന്നെ ഫോൾസ് ആണ്, കാരണം എക്സ് 6 വൈ 5 ആണ്. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ ദാൻ ലെസ്സർ ദാൻ ഓപ്പറേറ്റർ. ഇനി നമുക്കൊരു ഓപ്പറേറ്റർ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, ഇങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഴുതുന്നത്. ഇത് ചെക്ക് ചെയ്യുന്ന എന്തുവാണ്, എക്സ് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ടു ആവാം. ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. നോക്കാം, ട്രൂ, കാരണം എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയതുകൊണ്ട് ട്രൂ റിട്ടേൺ ചെയ്തു. ഈക്വൽ ആണെങ്കിലും ട്രൂ തന്നെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ നോക്കാം, അത് ഫോൾസ് ആയിരിക്കും, കാരണം എക്സ് ലെസ് ദാനുമല്ല ഈക്വൽ ടുവുമല്ല, അതുകൊണ്ടാണ് ഫോൾസ് റിട്ടേൺ ചെയ്തത്. ഇപ്പോൾ നമുക്കൊന്ന് ഈക്വൽ ആക്കി നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 6, വൈ ഇസ് ഈക്വൽ ടു 5 ആണ്. നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 5 ആക്കാം. എന്നിട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ചെക്ക് ചെയ്യാം. ട്രൂ റിട്ടേൺ ചെയ്തു, കാരണം ഒരു കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ എക്സ് ഈക്വൽ ടു വൈ ആണ്, അതുകൊണ്ടാണ് ട്രൂ റിട്ടേൺ ചെയ്തത്. ഇനി അടുത്തതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തത്, രണ്ട് വേരിയബിൾസിലെ വാല്യൂസാണ് കമ്പയർ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ, എക്സ് ലെസ് ദാൻ വൈ ആണോ, അങ്ങനെയാണ് പോയത്. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, രണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലത് മനസ്സിലാവും. ഇപ്പം ഞാൻ എക്സ് ലെസ് ദാൻ 5 ആണോ, ട്രൂ. ഇനി ഞാൻ ചെക്ക് ചെയ്യുക, എക്സ് ലെസ് ദാൻ 10 ആണോ, ട്രൂ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ എക്സ് ലെസ് ദാൻ 5ഉം ആകണം, എക്സ് ലെസ് ദാൻ 10ഉം ആകണം, എങ്കിൽ മാത്രമേ അത് ട്രൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. അതെങ്ങനെയാണ് എഴുതുന്നത്, എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 10. ഈ രണ്ട് കാര്യങ്ങളും ട്രൂ ആയാൽ മാത്രമേ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവത്തുള്ളൂ. ഇപ്പം എക്സ് ലെസ് ദാൻ 5ഉം ട്രൂ ആ, എക്സ് ലെസ് ദാൻ 10ഉം ട്രൂ ആ. എക്സ് ലെസ് ദാൻ 5ഉമാണ്, എക്സ് ലെസ് ദാൻ 10ഉമാണ്. ഈ രണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്, അതുകൊണ്ട് ഇത് ട്രൂ റിട്ടേൺ ചെയ്യും. നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം, ട്രൂ. ഇനി ഞാൻ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് എക്സ് ലെസ് ദാൻ 10 കൊടുക്കുക. അപ്പം ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 3 അല്ല, പക്ഷേ എക്സ് ലെസ് ദാൻ 10 ആണ്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ അല്ല, ഒന്ന് ട്രൂ ആ, ഒന്ന് ഫോൾസാ. ഈ കേസിൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും, കാരണം രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യത്തുള്ളൂ. നമുക്ക് നോക്കാം, കണ്ടോ ഫോൾസ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലെ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കണ്ടീഷൻസും ട്രൂ ആകണം, എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവത്തുള്ളൂ. ഇതാണ് ആൻഡ് ഓപ്പറേറ്റർ. അടുത്തതാണ് ഓർ ഓപ്പറേറ്റർ. ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിലും അത് ട്രൂ റിട്ടേൺ ചെയ്യും. രണ്ടും ട്രൂ ആവണമെന്നില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയാൽ മതി. ഇപ്പം ഇത് തന്നെ ഞാൻ മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാൻ ഓർ ഇട്ട് എഴുതാൻ പോകും. എക്സ് ഗ്രേറ്റർ ദാൻ 3 ഓർ എക്സ് ലെസ് ദാൻ 10. ഇപ്പോൾ ഇത് ട്രൂ ആയിരിക്കും, കാരണം ഇവിടെ 1 കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. എക്സ് ലെസ് ദാൻ 10 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 3 അല്ലെങ്കിലും
എക്സ് ലെസ് ദാൻ 10 ഓർ ഏതെങ്കിലും ഒരെണ്ണം ശരിയായിട്ടുണ്ട്. കണ്ടോ, ട്രൂ. ഇതാണ് ആൻഡും ഓറും ഓപ്പറേറ്റേഴ്സ്. ഇനി അടുത്തതാണ് നോട്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ റിസൾട്ടിൻ്റെ റിവേഴ്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണോ? ഫോൾസാണ്. പക്ഷെ നമ്മളിത് നോട്ടിൽ എഴുതിയെന്ന് വെച്ചു. നോട്ട് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് എഴുതിയാൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും. എക്സ് ഗ്രേറ്റർ ദാൻ 3 ഫോൾസാണ്. പക്ഷെ അത് നോട്ട് ഇടുമ്പോൾ ഫോൾസിൻ്റെ റിവേഴ്സ് കിട്ടും, ട്രൂ കിട്ടി. അടുത്തത് എക്സ് ലെസ് ദാൻ 10 ട്രൂ ആണ്. പക്ഷെ നമ്മളത് നോട്ടിലിടുമ്പം അത് ഫോൾസ് തരും. കാരണം അത് റിസൾട്ടിൻ്റെ റിവേഴ്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കണ്ടോ, ഫോൾസ്. അപ്പം ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമ്മളിന്ന് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ ഇടണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.